ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും ആശുൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പം നമുക്ക് പരീക്ഷയ്ക്കുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ടാലോ. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക കേട്ടോ. ഇന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ബാക്കിയായിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ എക്സാമിന് ശേഷം നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. വീക്കിലി 3 days ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ വാട്സപ്പിൽ അയക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യിക്കുന്നതായിരിക്കും. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഇംഗ്ലീഷിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. നോട്ടീസ് എന്നതാണ് കേട്ടോ. 3 വരെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം കാണാത്ത കൂട്ടുകാർ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ദി സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ. ദേ ഇൻവൈറ്റഡ് ദ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടു ഇനാഗുറേറ്റ് ദി ഫംഗ്ഷൻ. Dilna and her friends have to prepare the notice. Help them prepare the notice. എന്താണ് മക്കളെ, നോട്ടീസ് ആണല്ലേ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് സ്കൂളിൽ എന്ത് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ബുക്ക് ഫെയർ കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലേക്ക് ആരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണം, മുനിസിപ്പൽ ചെയർപേഴ്സണെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യണം അല്ലേ. അപ്പം ദിൽനയും അവളുടെ കൂട്ടുകാരും എന്ത് ചെയ്യാൻ തുടങ്ങി, അതിനുള്ള നോട്ടീസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവരെ നോട്ടീസ് ഉണ്ടാക്കാൻ സഹായിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ. നമുക്ക് നോട്ടീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇനി തന്നിട്ടുണ്ട്, എവിടെയാണ്, സ്കൂൾ ഓഡിറ്റോറിയം, ഡേറ്റ് എന്നാണ് 3rd September 2025, ടൈം 10 AM, ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുനിസിപ്പൽ ചെയർമാൻ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, നോട്ടീസ് തയ്യാറാക്കേണ്ടത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോഡൽ നോട്ടീസ് കണ്ടാലോ. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് എങ്ങനെ എഴുതാം. Our school is happy to announce that a book fair will be held on 3rd September 2025. The venue of the event is school auditorium and it will begin at 10 AM. The book fair will be inaugurated by the municipal chairperson. Many interested and useful books will be available at the fair. It is great opportunity for students to explore the world of reading and develop a love for books. All students, teachers and parents are warmly invited to attend and make the event ഗ്രാൻഡ് സക്സസ്. ഓക്കെ മക്കളെ, അപ്പോൾ ഒരു നോട്ടീസ് എഴുതുന്ന സമയത്ത് മക്കൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ നോട്ടീസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, മറ്റുള്ള ആളുകളെ എന്തെങ്കിലും ഒരു വിവരം അറിയിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു നോട്ടീസൊക്കെ തയ്യാറാക്കുക അല്ലേ. അപ്പോൾ അതെന്നാണ് എന്നുള്ള ഡേറ്റ് നമ്മൾ വെക്കണം, അത് എപ്പോഴാണെന്നുള്ള സമയം വെക്കണം. ഇനി അതിൽ ആരെങ്കിലും പ്രധാനമായിട്ടുള്ള ചീഫ് ഗസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ പേര് വെക്കണം അല്ലേ. ഏത് സമയമാണ്, ഏത് ഡേറ്റാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഴുതാനായിട്ടല്ലേ. അതോടൊപ്പം തന്നെ ആ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു എന്നുള്ള കാര്യവും ഇവിടെ ഉൾപ്പെടുത്തണം, നമ്മുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നോട്ടീസ് തയ്യാറാക്കുമ്പോഴാണ് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ റെഡിയല്ലേ. ഇത്തരത്തിലൊരു നോട്ടീസ് നിങ്ങൾക്ക് നാളെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതില്ലേ. ഓക്കെ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഡിസ്ക്രൈബ് ദി ഇവൻറ്റ്സ് എന്നതാണ് കേട്ടോ. എന്താണ്, ഡിസ്ക്രൈബ് ദി ഇവൻറ്റ്സ് എന്നതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. നോക്കിക്കേ മക്കളെ, ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. ദി മേജർ ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഗിവൺ. ഡിസ്ക്രൈബ് ദി ഇവൻറ്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. എന്താണ് മക്കളെ, നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്നിട്ട് എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഓരോ ഇവൻറ്റ് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കൂ, ആദ്യം നമുക്ക് തന്ന ഇവൻ്റ് എന്താണ്, ഒരു മദറിൻ്റെ പുറകിൽ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അവരവിടെ ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, പിക്ചറിൽ എന്ത് കാണുന്നുണ്ട്,
മദറും അതുപോലെ തന്നെ ആ ഗേളും അവിടെ ഇറങ്ങിയിട്ട് ആക്സിഡൻറ്റ് പറ്റിയ ആളുകളെ നോക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട് അല്ലേ. ലാസ്റ്റ് പിക്ചറിൽ നോക്കൂ, എന്താണ്, ഒരു ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആംബുലൻസ് എന്ത് ചെയ്യാണ്, ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ആളുകളെയും കൊണ്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള പിക്ചേഴ്സ് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നിനെയും കുറിച്ച് മക്കൾ എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. ഓരോ ഇവൻസിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണേ. ഓക്കെ മക്കളെ, ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ മദർ ആൻഡ് ഹെർ ഡോക്ടർ ആർ റൈഡിങ് എ സ്കൂട്ടർ ഓൺ ദി റോഡ്. ദി ഡോക്ടർ ഈസ് സിറ്റിംഗ് ബിഹൈൻഡ് ഹെർ മദർ ഹോൾഡിങ് ഹെർ സ്കൂൾ ബാഗ് എന്നാണ് അല്ലേ. അതായത് ഒരു മദറും അവരുടെ ഡോക്ടറും കൂടി എന്ത് ചെയ്യാണ്, ഒരു സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മകൾ എവിടെ ഇരിക്കുന്നുണ്ട്, അമ്മയുടെ പുറകിലിരിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ എന്തുണ്ട്, സ്കൂൾ ബാഗ് ഉണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മക്കൾക്ക് പറ്റുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ആ മദറും അതുപോലെ തന്നെ ഡോക്ടറും എന്ത് ചെയ്യാണ്, വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമെങ്കിലും മക്കൾ എഴുതണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, എന്താണ്, ദേ സീ 2 boys falling off a bicycle. The mother stops the scooter quickly to help them അല്ലേ. പിന്നെയാണ് അവരെന്ത് കണ്ടത്, 2 ബോയ്സ് എന്തായി കിടക്കുന്നത്, നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടതില്ലേ. അപ്പം മദർ എന്ത് ചെയ്തു, അവരുടെ സ്കൂട്ടർ പെട്ടെന്ന് നിർത്തിയിട്ട് അവരെ സഹായിക്കുകയാണ് അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ദി മദർ ആൻഡ് ദി ഗേൾ ran to the boys. One boy is badly hurt. The mother checks on him while the girl looks worried അല്ലേ. ഒരാൾക്ക് നന്നായിട്ട് എന്ത് പറ്റിയിട്ടുണ്ട്, മുറിയൊക്കെ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അമ്മ എന്ത് ചെയ്യാണ്, അവരെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ഗേൾ എന്ത് ചെയ്യാണ്, അത് നോക്കി worried ആവുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്, an ambulance arrives. The boy is taken on a structure for treatment. The mother and girl watch with കെയർ ആൻഡ് കൺസേൺ. ലാസ്റ്റ് എന്താണ്, ആംബുലൻസ് വന്നിട്ടുണ്ട് അല്ലേ. അവരെന്ത് ചെയ്യാണ്, ആ ബോയെ ആ സ്ട്രക്ചറിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ. നമ്മുടെ മദറും അതുപോലെ തന്നെ ഗേളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നുള്ള നമ്മുടെ 4ാമത്തെ ആക്ടിവിറ്റി. ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റിയും കൂടി ഉണ്ട് അല്ലേ. എന്താണ്, വേർഡ് പസിലാണ്. കംപ്ലീറ്റ് ദി വേർഡ് പസിൽ. ലുക്ക് അറ്റ് ദി ഹിൻസ് ഗിവൺ ബിലോ. 1 ഈസ് ഡൺ ഫോർ യു. നമുക്ക് അവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ആ ഹിൻസിനനുസരിച്ച് എന്ത് ചെയ്യാനാണ്, അവിടെ തന്നിട്ടുള്ള പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒക്കെ നോക്കിക്കേ മക്കളെ, നമ്മുടെ ഹിൻസ് എന്തൊക്കെയാണ്. ഒന്ന്, പീപ്പിൾ ഹൂ ഫൈറ്റ് ഫയർ അല്ലേ. പീപ്പിൾ ഹൂ ഫൈറ്റ് ഫയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ നമ്മൾ എന്താണ് പറയുക, ഫയർമാൻ എന്നാണ് പറയുക അല്ലേ. എന്താണ് പറയുക, ഫയർമാൻ എന്നാണ് പറയുക കേട്ടോ. ഒന്ന് ഡൗണിലേക്കുള്ളതാണ്. ഒന്ന് ഡൗൺ എന്ന് പറയുന്ന സമയത്ത് എവിടെയാണ്, ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് മക്കൾ എന്ത് ചെയ്തേണ്ടത്, ഫയർമാൻ എന്ന് എഴുതേണ്ടത് കേട്ടോ. അവിടെ എം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്ലൂ നോക്കിക്കേ, അതും ഡൗണിലേക്കുള്ളതാണ്. ദി ക്വാളിറ്റി ഓഫ് ബിഗിൻ ഫിയർലെസ്. ദി ക്വാളിറ്റി ഓഫ് ബിഗിൻ ഫിയർലെസ് എന്താണ്, 2 എന്താണ് വരിക, താഴേക്കുള്ളതാണേ. നോക്കിക്കേ, നമുക്കിവിടെ 6 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അതിനെ നമ്മൾ പറയുക, ബ്രാവറി എന്ന് പറയും അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത നോക്കിക്കേ, ടു ആസ്ക് ഹംബ്ലി ഫോർ സംതിങ്. ടു ആസ്ക് ഹംബ്ലി ഫോർ സംതിങ്, അതിന് നമ്മൾ എന്താ പറയുക, എന്താണ് പറയുക, തേർഡ് ഡൗൺ ആണ്, 3 ലെറ്റർ ഉള്ളത്. എന്തിനാ നമ്മൾ അതിനെന്ത് പറയും, ബെഗ് എന്ന് പറയും അല്ലേ. ബെഗ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, ആൻസർ ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ടു കംഫർട്ട് സംവൺ. ടു കംഫർട്ട് സംവൺ, അതിന് നമ്മൾ എന്ത് പറയും, കൺസോൾ എന്ന് പറയില്ലേ. എന്താണ്, കൺസോൾ എന്ന് പറയും. അടുത്തത് അക്രോസ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് അർജൻറ്റ് സിറ്റുവേഷൻ. അർജൻറ്റ് സിറ്റുവേഷൻ നമ്മൾ എന്ത് പറയും, എമർജൻസി എന്ന് പറയില്ലേ. എന്താണ് പറയുക, എമർജൻസി എന്ന് പറയും. ലാസ്റ്റ് വൺ എന്താ, ഇൻ എ ഫോറിൻ കൺട്രി, അതിന് നമ്മൾ എന്ത് പറയും, അബ്രോഡ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത്രയാണ് മക്കൾ ആ ക്രോസ് വേർഡ് പസിൽ ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് കറക്റ്റ് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ട് 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് തയ്യാറെടുക്കുക. പിന്നെ ടീച്ചർ മെമ്പർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, താല്പര്യമുള്ള കൂട്ടുകാർക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.